ലൈംഗികാരോപണത്തിൽ കൂടുതൽ ഡിജിറ്റൽ രേഖകൾ കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. അഭിഭാഷകൻ വഴിയാണ് മുദ്രവെച്ച കവറിൽ രേഖകൾ കൈമാറിയത്. 9 ഫയലുകളടങ്ങുന്ന കവറാണ് സമർപ്പിച്ചത്. കൂട്ടുപ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് നൽകില്ല. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ കൈമാറിയിരിക്കുന്നത്? രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ വിവാഹശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. 2024 കഴിഞ്ഞ വർഷം ഒക്ടോബർ 22-ാം തീയതിയാണ് അവരുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവർ ഭർത്താവിൽ നിന്ന് വേർപിരിയാണ് ചെയ്തിരുന്നത്. പിന്നീട് 1 മാസത്തിന് ശേഷം ബന്ധം പൂർണ്ണമായും ഇല്ലാതായി. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെടുന്നതും ഇവർ തമ്മിൽ അടുക്കുന്നതും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിലാണ് രാഹുൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള തരത്തിലുള്ള തെളിവുകൾ നൽകിയിരിക്കുന്നത്. കാരണം ഈ 1 മാസത്തിന് ശേഷം ഇവർ ഭർത്താവുമായി വേർപെട്ട് താമസിക്കുന്നു എന്ന് പറയുന്നതിന് ശേഷവും ഇവർ ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. അത് സ്ഥിരീകരിക്കുന്ന, അത് തെളിയിക്കുന്ന ചില ചിത്രങ്ങളും മറ്റ് രേഖകളും ഒക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു തെളിവ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഗർഭചിത്രം ചെയ്യുകയായിരുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ രേഖകൾ കൂടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ പുറത്തു വന്നിരുന്ന മൊഴി അതിജീവിത പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബിയാണ് ഇത്തരത്തിൽ ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക എത്തിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തിച്ചു നൽകുന്നു. അവിടെ വെച്ചൊരു കാറിൽ ഇവർക്ക് ഇരിക്കുമ്പോൾ അവർ കൊണ്ട് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ഇത് കഴിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു. അത് കഴിക്കുന്നത് ഉറപ്പുവരുത്തുന്നത് അത് കാണുന്നതിന് വേണ്ടി വീഡിയോ കോൾ ചെയ്തു എന്നൊരു മൊഴിയും നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ശരിയല്ല. ഇവരുടെ നിർബന്ധപ്രകാരം, ഇവരുടെ സമ്മതപ്രകാരം ഇവർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് ഇത്തരത്തിൽ അബോർഷൻ ചെയ്യാൻ എന്നുള്ളതാണ് രാഹുൽ തെളിയിക്കാൻ, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ഉൾപ്പെടുന്ന തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. സുജോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നൽകിയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ രാഹുൽ നൽകിയിരിക്കുന്ന ഈ രേഖകൾ അത് എത്രത്തോളം നിർണായകമാകും വിഷയത്തിൽ? ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള, ഇത് ശരിയാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് അത് വലിയ ആശ്വാസമാണെന്ന് പറയേണ്ടി വരും. കാരണം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് രാഹുലിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ 2 കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ യുവതിയെ നിർബന്ധപൂർവം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വകുപ്പായി വരുന്നത്, കേസായി വരുന്നത്. അതാണ് 10 വർഷം മുതൽ 14 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയായി മാറി നിൽക്കുകയും ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് രാഹുൽ കൈമാറിയിരിക്കുന്നത്. രാഹുൽ കൈമാറിയിരിക്കുന്ന വിവരങ്ങളിൽ, തെളിവുകളിൽ എത്രത്തോളം സാധ്യതയുണ്ട്, എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അത് അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും കോടതി അത് വളരെ ഗൗരവത്തിൽ എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന മറ്റു തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭർത്താവുമായിട്ട് വേർപെട്ട് നിൽക്കുകയായിരുന്നു, അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള അവർ മൊഴി നൽകിയിരിക്കുന്നത്. അത് തെളിയിക്കുന്ന ചില തെളിവുകൾ കൂടി, ചില ഫോട്ടോസ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത്. മുദ്ര വെച്ച കവറിലാണ് ഇപ്പോൾ കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും, ഈ തെളിവുകളും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട്സ് ആയി കോടതിയുടെ മുന്നിൽ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. മറ്റൊരു കാര്യം, ഈ കൂട്ടുപ്രതി എന്ന് പറയുന്ന ജോബി ജോസഫ്, ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് നൽകുന്നില്ല എന്ന് അറിയുന്നുണ്ടല്ലോ ജോ? ജോബി ജോസഫാണ് അതിജീവിതയ്ക്ക് അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിച്ച പ്രകാരം തിരുവനന്തപുരത്ത് എത്തിച്ചു നൽകുന്നത്. ഇയാൾ തന്നെയാണ് ഈ വീഡിയോ കോളിലൂടെ ഈ അതിജീവിത ഈ മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വീഡിയോ കോൾ ചെയ്ത് രാഹുലിനെ കാണിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ള ആള്, അതിന് സഹായം ചെയ്തിട്ടുള്ള ആള് എന്ന നിലയിലാണ് കേസിൽ പ്രതിയാർത്തിരിക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകാൻ വേണ്ടിയിട്ടായിരുന്നു നീക്കം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം, കുറച്ച് തെളിവുകൾ കൂടി ലഭിച്ചതിന് ശേഷം ഇതിന്റെ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോബി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിലെ 2ാമത്തെ പ്രതിയായ ജോബിയുടെയും തീരുമാനം. ശരി, ജോബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.